അപ്പോൾ ഞാൻ ടൊവിനോട് അന്വേഷിപ്പിൽ കണ്ടെത്തുന്ന പടം കാണാൻ വേണ്ടി പോകണതാണ്. ടിക്കറ്റ് എടുക്കാൻ അനുഭവമായിരുന്നു. ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ കാണാനുണ്ട്. ഇപ്പം തന്നെ ഷോ അനുഭവം എന്തായാലും ടിക്കറ്റ് എടുത്തുണ്ടാവും. ഇവിടെയാണ് ഷോ. ഇന്നത്തെ 4 പടങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. രാത്രി ഷാഹിദിൻ്റെയും കൃത്യസേനോൻ്റെ പടം കാണുന്നുണ്ട്. പിന്നെ ലവർ പറ്റിയ നാളെ കാണാം. ഇന്നത് കാണാൻ ഒരു രക്ഷയില്ല. തേരി ബാത്തോമെ ഉൽജാ ജിയ, അതാണ് പടത്തിൻ്റെ പേര്. അന്വേഷിപ്പിൻ കണ്ടെത്തും, നല്ല രസമുള്ള പടം. ഫസ്റ്റ് ഹാഫ് ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനും സെക്കൻഡ് ഹാഫ് മറ്റൊരു മർഡർ ഇൻവെസ്റ്റിഗേഷനാണ്. ഈ സിനിമക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സും വെച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ എടുക്കാമെന്നുള്ളതാണ്. കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീമാണ്. ആ ടീം അന്വേഷിക്കുന്ന ഓരോ കേസും ഇതുപോലെ ഓരോരോ സിനിമകളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഗുണം. ഒരുപാട് പഴക്കം ചെന്ന് നല്ല ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. സിദ്ദിഖ്, നമ്മുടെ ഷമ്മി തിലകൻ, ബാബുരാജ്, ഇന്ദ്രൻസ്, അങ്ങനെ ഒരു വലിയ നിരയുണ്ട്. എല്ലാവരും കൊടുത്തിരിക്കുന്ന റോൾ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് വേഷം ടൊവിനോക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു നീറ്റ് ഡയറക്ഷൻ വളരെ നീറ്റായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫുള്ള് സിനിമ ഒരു വിഞ്ഞറ്റ് മോഡ് രീതിയിലാണ്. പിന്നെ നമ്മുടെ കാതൽ കോറിലൊക്കെ അഭിനയിച്ചേക്കണ അനഘ ഇതിനകത്തും ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അനഘനെ പൊതുവെ എപ്പോഴും മോഡേൺ ആയിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു നാടൻ വേഷമാണ് ചെയ്തിരിക്കുന്നത്. ആ റോൾ അനഘ വളരെ നീറ്റായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്ത് ചെറുപ്പക്കാരായിട്ട് അഭിനയിച്ചിരിക്കുന്നവരൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുത്തുഗവ് സിനിമയിലുള്ള നടി ഇതിനകത്ത് ആർത്തന ബിനു എന്നാണ് ആളുടെ പേര്. ആൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നുള്ള നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം തോന്നിയത് ഇതൊരു സസ്പെൻസ് സിനിമയാണ്. അപ്പോൾ സസ്പെൻസ് ആരും വെളിപ്പെടുത്തരുത്. പക്ഷേ ഞാൻ ഈ ഒരുപാട് സസ്പെൻസ് പടം കാണുന്ന ഒരാളാണ്. എൻ്റെ ഫേവറേറ്റ് ജോണറയാണ് ഹൊററും സൂപ്പർ ഹീറോ പടങ്ങളും സസ്പെൻസ് ത്രില്ലർ പടങ്ങൾ. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ഷെർലോക്കിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സിനിമകൾ കണ്ടുകൊണ്ട് എനിക്കും അനുപയ്ക്കും വളരെ പെട്ടെന്ന് വില്ലൻ ആരാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അനുപ ലിറ്ററലി എന്നോട് ചെവിയിൽ എന്ന് പറഞ്ഞ് ഇയാളായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിൽ ആലോചിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് അനുപയോട് പറയാതെ ഇയാളായിരിക്കും എന്നുള്ള രീതിയിൽ അത് കറക്റ്റായി അങ്ങനെ തന്നെ. പക്ഷേ ആളുടെ മോട്ടീവും മനസ്സിലായെങ്കിൽ പോലും അതിൽ ചെറിയൊരു ട്വിസ്റ്റും കൂടി ഉണ്ടായിരുന്നു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ചിലപ്പോൾ ഇതിലെ സസ്പെൻസ് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എല്ലാ സിനിമകളും കാണുന്നവരായതുകൊണ്ടാവാം ഞങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലായത്. പക്ഷേ എന്നാൽ പോലും ഞാൻ പറയുന്നതാണ്, ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു സസ്പെൻസ് പടമാണ്. അതേപോലെ തന്നെ വളരെ നല്ല മേക്കിംഗ് ആണ് സിനിമയുടെ. ഞാൻ കാരണത്ത് AC ഇട്ടില്ല, അതാണ് ഞാൻ തുടങ്ങേണ്ടത്. നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് വെയിൽ മൂർധനി അവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ കാറിൽ വന്നിപ്പോൾ ഇരിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ വേർത്ത് കുളിക്കണേണ്. AC ഓണാക്കി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ വളരെയധികം നീറ്റായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ അടിപൊളിയായിട്ടുണ്ട്. ആർട്ട് ഡിസൈൻ, പിന്നെ പല കാലഘട്ടം കാണിക്കുന്ന കാലഘട്ടമൊക്കെ വളരെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഹൈശ്രീ ശോഭൻ ചേട്ടനുണ്ട്. കിടിലൻ റോളായിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരവർക്ക് കൊടുത്തിരിക്കുന്ന റോളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രമോദ് വെളിയനാട് ഇതിനകത്തുണ്ട്. പുള്ളി ഇതിനകത്ത് ഒരു പ്രത്യേകതരം വെറുപ്പിക്കൽ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനോട് പുള്ളി നീതി പുലർത്തിയിട്ടുണ്ട്. വെറുപ്പിക്കൽ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഒരു കോമിക്കൽ വെറുപ്പിക്കൽ ടൈപ്പ് ക്യാരക്ടർ രീതിയിലാണ്. ആ ക്യാരക്ടർ എങ്ങനെയുണ്ട് അതാണ്. പിന്നെ അതുപോലെ തന്നെ എന്തിനും ആസ്ഥാനത്ത് മറുപടി നൽകുന്ന വെറുപ്പിക്കൽ, എവിടെ ചെന്നാലും വെറുപ്പിക്കൽ വർത്താനം പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അങ്കമാലി ഡയറീസിലെ പാമ്പ് ആ മച്ചാനൊക്കെ ഉണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിക്കി എന്നുള്ള മച്ചാനുണ്ട്. ഇവരുടെ ടീം ഈ നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് കണ്ട അതേ ഒരു ഫീൽ ഇതിനകത്തും ഉണ്ട്. കണ്ണൂർ സ്ക്വാഡിലുള്ള ടീമിനെ വെച്ചിട്ട് ഇനിയും വേണമെങ്കിൽ അവർക്ക് പടം എടുക്കാം. ഈവൻ തോ അത് ട്രൂ സ്റ്റോറി ആയിരുന്നെങ്കിലും അവരന്വേഷിക്കാൻ പോകുന്ന ഓരോ കേസുകളും വേറെ സിനിമയായിട്ട് എടുക്കാൻ പറ്റുന്ന പോലെ തന്നെ ഈ സിനിമയ്ക്കും അത് സാധ്യമാണ്. ഒരു സീക്വൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള വകയുണ്ട്. അതുമാത്രമല്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. ടൊവിനോ സൂപ്പറായിട്ട് അഭിനയിച്ചു. നല്ലൊരു കംബാക്ക് എന്ന് പറയേണ്ടി വരും. കാരണം തല്ലുമാലയ്ക്ക് ശേഷം പിന്നെ ഒരു ടൊവിനോട് ഒരു പടം എനിക്ക് എൻ്റെ ഓർമ്മയിൽ അത്രയ്ക്ക് എനിക്കില്ല. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പടം ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ സിനിമയിൽ ടൊവിനോ അടിപൊളി സൂപ്പറായിട്ട്. ആ പോലീസ് വേഷം ടൊവിനോയുടെ കയ്യിലും ഭദ്രമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം എസ്രയിൽ നല്ലൊരു വേഷമായിരുന്നു പോലീസുകാരനായിട്ട്. കൽക്കിയിലും ടൊവി നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും വളരെ നന്നായിട്ട് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആനന്ദ് എന്നുള്ള ഒരു ക്യാരക്ടറാണ് അടിപൊളിയായിട്ട് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു വളരെ വലിയൊരു സന്തോഷമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം അടുപ്പിച്ച്
ഒരു ദിവസം തന്നെ കണ്ട 2 പടങ്ങളും ഉഗ്രം പടങ്ങളായിരുന്നു. രാവിലെ പ്രേമലും ഉണ്ട്, അതിൻ്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതും കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഇനി 2 പടം കൂടി ബാക്കിയുണ്ട്. ലാൽ സലാമും കാണാനുണ്ട്. രാത്രി 10 മണിക്കത്തെ ഷോ, 10:30 ഷോ ആണ് വരുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ 6:30 ഷാഹിദ് കപൂറും കൃതി സെനോൻ്റെ ഒരു പടമുണ്ട്, ഒരു സൈഫൈ ടൈപ്പ് പടമാണ്, അതും കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണും. പിന്നെ നാളെ പറ്റിയാൽ എന്തായാലും ലവർ എന്ന് പറഞ്ഞ പടം കൂടി കാണേണ്ടത് തമിഴിലുള്ള. ഇപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഇട്ടേക്കാം. നിങ്ങൾ എന്തായാലും എടുത്തു നോക്കുക വീഡിയോ. അപ്പോൾ എത്ര എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. സിനിമ കണ്ടവരാണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, കാണാതെ വെറുതെ അതൊന്നും പറയരുത്. പുതുമുഖ സംവിധായകനാണ് ചെയ്തിരിക്കുന്നത്, ഡാർവിൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇതിനു മുന്നേ വേറെ സിനിമ എടുത്തായിട്ട് എൻ്റെ അറിവിലില്ല. ഒരു പുതുമുഖ സംവിധാനം ചെയ്തൊരു പടം എന്ന് പറയത്തില്ല കേട്ടോ, അത്രയും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.